എന്റെ വരുണേ, നീ ഒന്ന് പോ. ആരെങ്കിലും കണ്ട വല്ല പ്രശ്നാവും. എന്ത് പ്രശ്നമാവാനാ? പ്രശ്നമാവെങ്കിൽ ആവട്ടെ. ഞാൻ നിന്നെ എത്ര വട്ടം ഫോണിൽ വിളിച്ചതാ, നീ എന്താ എടുക്കാത്തെ? അല്ല, നീ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് നിന്റെ വിളിയും കണ്ടില്ല. എനിക്ക് ഫോണില്ല, അമ്മയുടെ ഫോണില്ല. എന്റെ കയ്യിൽ കിട്ടിയാലേ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. വേണ്ട വേണ്ട, അങ്ങനെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി നീ ഓരോന്ന് കള്ളം പറഞ്ഞുണ്ടാക്കൊന്നും വേണ്ട. സത്യമായിട്ടും പറയാ, സത്യമായിട്ടും. നീ ഒന്ന് പോ, വൈകുന്നേരമായി, അച്ഛൻ വരാനുള്ള സമയമായി. ആര് വേണേ വന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. നീ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞാലേ ഞാൻ പോകത്തുള്ളൂ. എന്റെ ഈശ്വരോ, ഒന്ന് പതുക്കെ പറ. ഓ, എന്റെ വീട്ടിൽ തന്നെ എനിക്ക് ഒരുപാട് പാരകളുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നീ എന്തിനാ പിന്നെ എനിക്ക് അടി വാങ്ങിച്ചു തരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ? ആരെവിടെ നിനക്ക് പാരയുള്ളത്? പാറുമല്ലേ, അവൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ കാര്യം. പിന്നെ അവളും വിവേകും നമ്മൾ സെറ്റും അല്ലേ, പിന്നെ അവളെങ്ങനെയാ നമുക്ക് പാര വെക്കാൻ വരിക? അവള് മാത്രല്ല, വേറെ ഇഷ്ടം പോലെ പാരകൾ ഇവിടെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പോ. ഞാൻ എന്തായാലും ഇന്ന് രാത്രി അമ്മേന്റെ ഫോൺ എടുത്ത് നിന്നെ വിളിക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പൊ തന്നെ എനിക്ക് മറുപടി കിട്ടണം, അല്ലാതെ ഞാൻ പോവില്ല. അയ്യോ, എന്റെ പൊന്നു വരണേ, നീ എന്നെ ഇങ്ങനെ പ്രശ്നത്തിലാക്കല്ലേ. ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ ആകെ പ്രശ്നാവും. എന്നാ വേഗം പറഞ്ഞോ, ഞാൻ പെട്ടെന്ന് തന്നെ പൊക്കോളാം. അത് ശരി, അപ്പൊ ഇവിടെ ഇതാണല്ലേ പണി. കാണിച്ചു തരാടി. കേറി കേറി വീട് വരെ എത്തിയല്ലേ. ഓ, എന്റെ വരടി, ഇവനാണ് ഇവളുടെ വല വീണൂന്നാ തോന്നുന്നേ. ഓ, ഇനിയിപ്പൊ എത്ര കഷ്ടപ്പെടേണ്ടി വരെ ഇവനെ ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട്. കാണിച്ചു കൊടുക്കാം. ഞാനേ അച്ഛമ്മേനെയും അമ്മേനെയും നിന്റെ അച്ഛനെയും എല്ലാരെയും വിളിച്ച് കാണിച്ചു കൊടുക്കാടി. നിന്റെ പ്രണയവും തോന്നിയാസൊക്കെ ഇന്നത്തോടെ ഞാൻ തീർത്തുതരാം. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? പെട്ടെന്ന് പറ. എന്റെ വരുണ്, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നീയല്ലേ പറഞ്ഞത് എനിക്ക് വീട്ടുകാരൊക്കെ കാണുന്നതിന് പേടിയാന്ന്. എന്നാ പിന്നെ പെട്ടെന്ന് പറ, എന്നാ എനിക്ക് പെട്ടെന്ന് പോവാലോ. ദേ ഇരുട്ടാവാനായിട്ടോ. ഞാൻ ഫോണിലൂടെ പറയാം. എന്റെ പൊന്നു പ്രിയ, നിനക്ക് എന്നെ ഇഷ്ടാന്ന് എനിക്ക് അറിയാം. പിന്നെ അതൊന്ന് തുറന്ന് സമ്മതിച്ചാ എന്താ? ഞാൻ പോയി വരണേ, എന്നെ ടെൻഷൻ ആക്കാതെ. എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നാ പ്രാന്ത് പിടിച്ചോട്ടെ, എല്ലാരും വന്നോട്ടെ. ആയിക്കോട്ടെ, എന്നാ എല്ലാരും വന്നോട്ടെ. എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് ഞാൻ പറയും. അതോടുകൂടി എല്ലാരും കൂടെ നിന്നെ തല്ലി ഓടിക്കും, നോക്കിക്കോ. എന്നാ പിന്നെ നിന്റെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും എന്നെ തല്ലിക്കൊന്നോട്ടെ. നിനക്ക് എന്നോട് ഇഷ്ടമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആര് വേണേ എന്നെ തല്ലിക്കൊന്നോട്ടെ, നിനക്കെന്താ? ഓ, എന്റെ വരുണേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായ ഞാൻ ഫോണിൽ പറയാന്ന് പറഞ്ഞില്ലേ? വേണ്ട വേണ്ട, കൊറേ നാളായി നീ എന്നെ ഇട്ട് കളിപ്പിക്കുന്നു. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ കളിയാക്ക. ഞാൻ നിന്റെ അടുത്ത് ഇഷ്ടം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നത്തോടെ എനിക്കൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. എന്റെ കാലൊക്കെ അപ്പടി വേദനയാടാ. ഇവിടുത്തെ പണിയൊക്കെ എടുത്തെടുത്ത് എനിക്ക് വയ്യ. കാലം വെച്ച് ഒരു പിടി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. ഇന്നാൾ കാണിച്ചപ്പോ കുറെ മരുന്നൊക്കെ തന്നല്ലേ അമ്മേ, ക്രീമൊക്കെ. അതൊക്കെ എടുത്ത് തേച്ചൂടെ? അതൊന്നും എടുത്ത് തേച്ചിട്ട് കാര്യമില്ല മക്കളെ. അതിനൊക്കെ റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് എവിടെയാ റെസ്റ്റ് എടുക്കാൻ സമയം? പിടിപ്പത് പണിയല്ലേ ഈ വീട്ടിൽ കിടക്കുന്നേ. അമ്മയ്ക്ക് എന്താ ഇവിടെ ഇത്ര പണി? എനിക്ക് എന്താ പണിന്നോ? ഇവിടെയുള്ള പണി മുഴുവൻ എടുക്കുന്ന ഈ ഞാനല്ലേടാ, ഈ കൈയും കാലും വെച്ച്. എനിക്ക് ആയിട്ടല്ല. എന്റെ കൈ എത്തിയില്ലേ ഇവിടെ ഒരു ഇല പോലും മറിഞ്ഞത് നിന്റെ ഭാര്യ മറ്റുള്ളവരെ എടുത്തു വെക്കോ? എല്ലാം ഞാൻ തന്നെ വേണം എടുക്കാൻ. എന്താ അമ്മ പറയുന്നേ? ഇവിടുത്തെ പണിയൊക്കെ സൂലു അല്ല അമ്മ എടുക്കുന്നേ? തുടങ്ങി അവന്റെ സൂലു. നിന്റെ സൂലു ഇവിടെ എന്ത് പണിയാടാ എടുക്കുന്നേ? ഒന്ന് നിന്നെ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അറിഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെ എടുത്ത് ഭാവിക്കും. നീ ഇവിടെ നാട്ടിൽ ഇറങ്ങി കഴിയുമ്പേ പിന്നെ ഒരു പണി കയ്യാണെങ്കിൽ ഓള് ചെയ്യൂല. ഈ ഓള് പറയുന്ന വിശ്വസിച്ച് നിന്നവിടെ. സൂലുവാണ് പോലും ഇവിടുത്തെ പണിയൊക്കെ എടുക്കുന്നത്. ഞാനും എന്റെ മോളും കൂടി ഇവിടുത്തെ പണി മുഴുവൻ എടുക്കുന്നത്. നിനക്ക് അറിയാതെ നിന്റെ ഭാര്യ നിന്നെ കാണിക്കാനായിട്ട്, നിന്റെ കണ്ണ് പൊടിയിടാനായിട്ട് ഓരോന്ന് ചെയ്യുന്ന പോലെ അഭിനയിക്കാടാ. ഒന്ന് മതിയാക്കമ്മ, എത്ര നേരമായി എന്നെ പറഞ്ഞു നിൽക്കുന്നേ. എനിക്ക് കേട്ട് കേട്ടിന്റെ ചെവിക്ക് വരെ വേദനയാവാൻ തുടങ്ങിനെ. നിനക്കും നിന്റെ ചെവിക്കൊക്കെ വേദനയാവേടാ. പെറ്റ തള്ളേന്റെ വിഷമം കണ്ണീരും കാണാൻ മനസ്സിലാത്തൊരു മോനല്ലയ്യേ. ഒന്ന് കെട്ടിയപ്പോഴത്തേയും ഭാര്യന്റെ സാരിത്തുമ്പിലായി. എന്നാലും ഇങ്ങനെ ഒരു പെൺകോന്തരായി പോയല്ലടാ ഗോപാലായി. ഈ അമ്മേന്റെ ഒരു കാര്യം അമ്മ അടുത്തുള്ള വീട്ടുകാരെങ്കിലും കേൾക്കൂ. ഇത്ര കാലമായിട്ടും അമ്മായിമ്മ പോരി കഴിഞ്ഞില്ല. അമ്മായിമ്മ പോരോ? ആർക്കാണ് അമ്മായിമ്മ പോരി? എനിക്കോ? എന്റെ മുഖത്ത് നോക്കിയാണെങ്കിൽ ഇത് പറയണോ? തലേണ മന്ത്രത്തിന്റെ ഒരു പകിട്ട് നോക്കണേ. എന്റെ ഭാര്യ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നല്ലേടാ അതൊക്കെ. അല്ലാതെ എന്റെ മുഖത്ത് നോക്കിയാണ്ട് ശ്വാസം പോലും വലിക്കാത്ത ചെക്കനേനി ഒരു കല്യാണം കഴിപ്പിച്ചതോടുകൂടി മോനിന്റെ ശത്രുവായി. അതെനിക്ക് അമ്മേനോട് ചോദിക്കാനുള്ളത്. ഞാൻ ഒരു കല്യാണം കഴിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് എങ്ങനെ ഞാൻ ശത്രു ആയത്? അത് എന്നോടല്ല, എന്റെ ഭാര്യനോട് ചോദിച്ചു നോക്കി. ഓക്ക് നിൽച്ചിട്ടുണ്ടാവും അതിന്റെ ഉത്തരം. പെൺകോന്തേ. എന്റെ ഈശ്വര, കഷണ്ടിക്ക് വരെ മരുന്ന് കണ്ടുപിടിച്ചില്ലേ? ഈ അമ്മായിമ്മ പോരിനോട് എന്തേലും ഒരു മരുന്ന് കണ്ടുപിടിക്ക്. അറിയടാ, ഇതല്ല ഇതിന്റെ അങ്ങേപ്പുറം പറയുന്ന എനിക്ക് അറിയാം. മുല്ലപ്പൂമ്പടി ഏറ്റി കിടക്കും കല്ലിനും ഉണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യന്റെ അതേ തനിക്കൊണായിനാക്ക്. അത് ശരി, അപ്പൊ എന്റെ ഭാര്യ മുല്ലപ്പൂവാന്ന് നമുക്ക് മനസ്സിലായല്ലേ? മുല്ലപ്പൂ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട നിന്റെ ഭാര്യന്റെ കൊണവധികാരം. അമ്മേന്റെ ഒരു കാര്യം. മിലിമോളാണല്ലോ ആർത്ത് വിളിക്കുന്നത്. ഇനി ഓളിഞ്ഞി എന്ത് പുകലും കൊണ്ടാണ് അവ വരുന്നത്? എന്താ മക്കളെ, അമ്മമ്മ ഹാളിലുണ്ട്, ഇങ്ങോട്ട് വന്നേ. എന്താ മിലിമോളെ? എന്താ മോളെ, എന്തെറ്റി? രണ്ടുപേരും ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നേ, ഒരു സംഭവം കാണിച്ചു തരാം. ഒരു സംഭവം? എന്ത് സംഭവം? നിങ്ങൾ എന്തിനാണ് അവ ഇങ്ങനെ ആർത്ത്
വിളിക്കുന്നേ? ഓ ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നേ. ഓ അമ്മമ്മേനെ കൂടെ ഒന്ന് പെട്ടെന്ന് എണീക്കാൻ വയ്യ മോളെ, കൈയും കാലും ഒക്കെ വേദനയാ. എന്താ കാര്യം എന്ന് പറയുന്നത് മിലിമോളെ? ഓ കാര്യം എന്താന്ന് പറഞ്ഞാലേ നിങ്ങൾ രണ്ടുപേരും ഓടി വരും. ആഹാ എന്നാ പിന്നെ പറ. എന്നാലും പറഞ്ഞ അതിന്റെ ഒരു ത്രില്ല് അങ്ങോട്ട് പോവും. രണ്ടുപേരും ഒന്ന് വന്നേ. അമ്മ എവിടെ? നിന്റെ അമ്മ പുറത്ത് ഷോപ്പിങ്ങിന് പോയതല്ലേ? നീ കാര്യം പറ മോക്കളെ, അമ്മമ്മക്ക് ഒന്ന് എണീക്കാൻ വയ്യ. ഓ എന്റെ പൊന്നമ്മ പ്രിയ ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ടേ ആ ജ്യൂസ് കടയിലുള്ള ചേട്ടല്ലേ, ആ ചേട്ടനായിട്ട് ശൃംഗരിച്ചോട് നിൽക്കുന്നേ. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. ആ പ്രേമലേഖനം എനിക്ക് എഴുതിയെന്നല്ലേ എല്ലാരോടും പറഞ്ഞുണ്ടാക്കിയത്. പക്ഷേ അത് പ്രിയ ചേച്ചിയുടെ ലൈനാണ്. ഇപ്പം മനസ്സിലാവും. വേഗം വന്ന് നോക്കിക്കാം. മുറ്റത്തൊന്ന് വന്നാലേ രണ്ടുപേരും കയ്യോടെ പിടികൂടാ. അപ്പഴേ ഞാൻ പറഞ്ഞതാ എന്റെ മിലിമോളല്ല, അവള് തന്നെയായിരിക്കും കുറ്റക്കാരിന്ന്. അപ്പ ആരും കേട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ടോ ഗോപാല? ഈശ്വര പണി പാളിയെന്നാ തോന്നുന്നേ. മിലിമോളെ ചുമ്മാ ഓരോ പറഞ്ഞുണ്ടാക്കല്ലേ. മാമ വിശ്വസിക്കണ്ട, ഒന്ന് എഴുന്നേറ്റ് വന്നേ മുറ്റത്തേക്ക് നോക്കി, അപ്പൊ കാണാം. കാണാനൊന്നുമില്ല മക്കളെ, എനിക്കറിയാം സത്യമൊക്കെ. എന്റെ കുട്ടി സത്യം പറയുന്നത് എനിക്കറിയാം. അവക്കല്ലല്ലേ അവളുടെ അമ്മേന്റെ സ്വഭാവ. ആ സ്വഭാവേ അവള് കാണിക്കും. അവള് മാത്രല്ല, അവൾക്ക് ഇളയതൊന്നുണ്ടല്ലോ, അവളും അത് കാണിക്കും. അമ്മേ ചുമ്മാ കാര്യം അറിയാതെ പിള്ളേരെ ഓരോന്ന് കുറ്റപ്പെടുത്താതെ. മിലിമോളെ ഇന്നാളെ നീ ഇതുപോലെ പ്രേമലേഖനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അവസാനം നിന്റെ തലക്കിട്ട് നീ കിട്ടിയത് നിനക്കറിയാലോ. അതുപോലെ എന്തെങ്കിലും ഉടായിപ്പാണെങ്കിലുണ്ടല്ലോ നല്ല തലേനോട് കിട്ടും, ഞാൻ പറഞ്ഞേക്കാം. ഓ എന്റെ പൊന്നു മാമ, മാമന്റെ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാലോ. എന്നാലേ ഒന്ന് വന്ന് നോക്ക്. അതാ മക്കളെ ഇപ്പൊ വരാം. അപ്പൊ അമ്മേന്റെ കാലുവേദനയാ? ഓ ഇതിനൊക്കെ എന്തോന്ന് കാലുവേദനയാ? എന്റെ പൊന്നു പ്രിയ, നീ ഒന്ന് പെട്ടെന്ന് പറ, എന്നാ എനിക്ക് വേഗം പോവായിരുന്നു. വിവേക് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ അവനെയും കൂടെ കൂട്ടിയിട്ടാണോ വന്നത്? എന്തിനാ അവനെ മാത്രമാക്കിയത്? നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് വരാറുന്നില്ലേ? ഇവൻ എന്നെ കൊലക്ക് കൊടുത്തേ അടങ്ങും. നീ ഇങ്ങനെ പേടിക്കാതെ. എന്റെ ഈശ്വര, മിലിമോള് പറഞ്ഞത് സത്യാണല്ലോ. വാരനേട്ടനും ചേച്ചിയും കൂടെ ഇവിടെ സംസാരിച്ചിട്ടാണല്ലോ. ഇവർക്ക് തീരെ ബോധമില്ലേ? ഓ അവൾ ഇപ്പൊ അച്ഛനെയും ആ അച്ഛമ്മേനെയും കൂടി വരുമല്ലോ. ചേച്ചിക്ക് ഇന്ന് പണി കിട്ടിയത് തന്നെ. ഈശ്വര അവരുടെ സൗണ്ടല്ലേ കേൾക്കുന്നേ. ചേച്ചി പ്രിയ ചേച്ചി ഓടിക്കോ. പാറാണല്ലോ. എന്താടി എന്താ? ചേച്ചിയെ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, എവിടെയെങ്കിലും ഒളിച്ചോ, വരനേട്ടനെ ഒളിപ്പിച്ചോ. ഇതേ ആ മിലിമോളുണ്ടല്ലോ, അച്ഛനെയും അച്ഛമ്മേനെയും ഒക്കെ കൂട്ടി വരുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന അവള് കണ്ടതാ. നീ പുറത്തേക്ക് പോണ്ട, ഉള്ളിലേക്ക് ഓടിക്കോ. ഈശ്വര പണിയായിന്നാ തോന്നുന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ അപ്പഴേ പറഞ്ഞതാ. എന്നാ ഞാൻ ഓടിപ്പോട്ടെ? വേണ്ട വേണ്ട, ഇനി പുറത്തേക്ക് പോയി ഒരു പിടികൂടും. വേഗം വാ, എന്റെ കൂടെ വീട്ടിലെ ഉള്ളിലേക്ക് വാ. ഉള്ളിലേക്കോ? ഞാൻ അങ്ങോട്ട് നോക്കി. എന്താ എന്താ മിലിമോളെ? അയ്യോ എവിടെ ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരും കൂടി മുട്ടയെഴുമ്പി സംസാരിച്ചോണ്ട് നിൽക്കുന്നത്. ഞാൻ കണ്ടതാ, എന്റെ രണ്ട് കണ്ണോണ്ട് കണ്ടതാ. ഇവിടെ ആരില്ലല്ലോ മിലിമോളെ. മിലിമോളെ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ അമ്മേനെയും അമ്മമ്മേനെയും പോലെ പിള്ളേരെ കുറിച്ച് വെറുതെ ചുമ്മാ അപവാദം പറഞ്ഞ് നടക്കരുതെന്ന്. ഓ നീ ഒന്നുമില്ലെങ്കിൽ ഇത്ര ചെറിയ കുട്ടിയല്ലേ. ഈ പ്രായത്തിൽ തന്നെ ഇവരുടെ അതേ സ്വഭാവമാണല്ലോ. അതെങ്ങനെ 10 ഗുണം 10 ഗുണം. പക്ഷെ മാമ ഞാൻ കണ്ടതാ. മാമ കണ്ടതേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. ഇനി മേലെ എന്റെ പിള്ളേരെ കുറിച്ച് എന്റെ അപവാദം നീ പറഞ്ഞുണ്ടാക്കി അറിഞ്ഞണ്ടല്ലോ, നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയെടുക്കും. ആ മാമൻ തന്നെ പറഞ്ഞത്.